ഹലോ ഗേൾസ് വാട്സാപ്പ് എല്ലാ മച്ചാർക്കും ഗെയിം കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മിന്ന് ലേറ്റർ കണ്ടുപിടിച്ചിരിക്കും. എത്ര ദൂരമായി ഗേൾസ് പോകുന്നു? അങ്ങ് ആടുന്ന ഏതോ ഭാഗത്ത് ഞാൻ വന്നത്. എന്ത് ചെയ്യാനാ? നമ്മൾ റെൻഡർ ഡിസ്റ്റൻസ് എടുക്കുക, കൂട്ടി വിട്ടൊക്കെ 10-18 ഈ കുന്തണ്ടോ കിട്ടിയില്ല. കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ കണ്ടത് എൻ്റെ കണ്ണ് നോക്ക്. എൻ്റെ ടർട്ടിൽ ഹെൽമെറ്റ് കുലുങ്ങുന്നുണ്ട്. ഞാൻ കണ്ട സത്യം തന്നെ. നോക്കട്ടെ ഗൈസ്. ബാപ്പു ഓർത്തു ആ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഗൈസ് കണ്ട് ഞാനിപ്പോൾ മറ്റടുത്ത് വരുന്നത്ര വഴിയിലൊരു ബ്ലോക്കില്ല. ഞാനിപ്പോൾ മറ്റടുത്ത് വന്നത്ര അവിടുന്ന് എൻ്റെ ഹോട്ടലിനടുത്ത് കുറച്ച് റൂമില്ലേ, ഞാൻ ഫുള്ളി ഇതെല്ലാം പെട്ടത്. നല്ല ലൂട്ടനെ നടന്ന് കിട്ടും ഗൈസ്. അതുകൊണ്ട് കുറച്ച് ബ്ലോക്ക് വേണം അതിൻ്റെ മുകളിലോട്ട് കയറണം. എൻ്റർപ്പുണ്ട് അതുമില്ല. എന്തും പറഞ്ഞിട്ടാ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. വേണ്ട അതിൻ്റെ ലൈഫ് വളയണ്ട. മൂന്നിപ്പം ഒരു സ്റ്റാക്ക് ഇപ്പം ഞാൻ ഒപ്പിട്ട് പോയി. ഇത് ഭയങ്കര ദൂരമാണ്. ഞാനിത് നോക്ക് 1000 ബ്ലോക്കിലും കടന്നു വന്നു. മതി ഇതിൻ്റെ അപ്പുറം കാത്തു കയറി കുറച്ചുകൂടി എടുക്കാം. നമ്മളൊരു എൻഡർ ചെസ്റ്റിൽ ഉണ്ടാക്കും ഗൈസ്. അതെല്ലാം ഉണ്ടാക്കണം. അത് ഉണ്ടാക്കുന്നതിന് സിൽക്ക് ടച്ച് എൻ്റെ മുണ്ട് അത് എടുത്തിട്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഈ കൊണ്ട് നടന്ന മുണ്ട് കുറച്ച് എത്തിയ എന്താ ഭാഗത്ത് ഇത്ര ഈർത്തം വരെ ഞാൻ എങ്ങനെ വന്നു ഗൈസ്. ബ്ലോക്ക് വെച്ച് വന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവസാനം ഇത് ഇഷ്ടംപോലെ അളന്നമാറിനാണ് ശർക്കർ വാള് പിടിച്ചിട്ട് പോവുക. ഇത് എൻ്റെ സിറ്റി, ഇതെൻ്റെ ആദ്യത്തെ എൻ്റെ സിറ്റി തന്നെ തോന്നുന്നു. ഞാൻ ആദ്യത്തെ തന്നെ ഈ ശർക്കരെല്ലാം കിട്ടിയെന്ന് പറയുമ്പോൾ അതല്ല ഈ കോറസ് റൂട്ടിൽ ഇവിടുത്തെ മേലെ പാട്ട് അതിന് പറിക്കുന്നത് അറിയുമ്പോൾ ഇഷ്ടം എനിക്ക് ഭയങ്കര ഇതന്നെ. എൻ്റെ ബ്ലോക്ക് തന്നെ കുറയില്ല. ചെറിയ അൾട്രാട്ടൊക്കെ മറ്റേത് പറ്റും. എന്നതിൻ്റെ പേര് ബുദ്ധിമുട്ട് എനിക്കിത് ഇങ്ങനെ മാറ്റി വരാം. നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം. ജസ്റ്റ് ഉണ്ടാവണം. ശങ്കർ എന്താ പിന്നത്? ശങ്കറില്ലാത്ത എൻ്റെ സിറ്റിൽ സാധാരണ ഭയങ്കര കുറവാണല്ലോ. അങ്ങനത്തെ എൻ്റെ സിറ്റിയില്ല. ഇനി അടുത്ത ബ്ലോക്ക് വെച്ചാൽ വലിയ മത്സരം വേണ്ട. തുള്ളണം പടക്കാം. ഇങ്ങനെ വരാം. ഞാൻ
എന്തെങ്കിലും കഷ്ടപ്പെട്ടു എൻ്റെ മുന്നേ. ഓക്കെ ഈ ലാമ്പിലെ കൊടുത്തില്ല. ഇനി വരെ പോകണം. ആന മുട്ട കണ്ടില്ല. പിന്നെ നല്ല സീനായി നല്ല ഇവിടെ രണ്ട് ജസ്റ്റ് ഉണ്ട്. യെസ് എന്താ എൻ്റെ ഭ്രാന്ത്. എന്താ പറയുക, ഈ ജസ്റ്റ് നല്ലതാണ്. നല്ല തന്നെ ഓർത്തത്. ഞാൻ ആദ്യം ഇങ്ങോട്ട് എടുത്തിട്ട് പക്ഷെ അവിടുന്ന് ആവശ്യമില്ലെങ്കിലും ഞാനിപ്പോൾ എൻ്റെ സിറ്റി ലൂട്ട് ചെയ്തിട്ടാണ്, എൻ്റെ സിറ്റിയില സ്ട്രോങ് ഹോൾഡ് ലൂട്ട് ചെയ്തിട്ടാണ് വരുന്നത് നിർത്തത്. ഞാൻ ഇതിൽ ഒരു സ്ഥലം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഏലേറ്റർ കണ്ടുപിടിച്ചിരിക്കും. ഫസ്റ്റ് നമ്മൾ ഈ സ്ഥലം ഫുള്ള് ലൂട്ട് ചെയ്ത് ഞാൻ ഇപ്പം ഓരോ ചെസ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യണോ ചെറുതായിട്ട്. ഞാൻ മുകളിലെത്തി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ മുകളിലെത്തി പകുതിക്കുന്നത് സാധനത്തെ കണ്ടുപിടിച്ചു. അൺബ്രേക്കിംഗ് 3 FPS ഉണ്ടെങ്കിൽ അൺബ്രേക്കിംഗ് 3 FPS ഉണ്ട്. സ്മിത്ത് ലൂട്ടിന് എന്ത് കളയും ഞാൻ. എന്ത് കളയും കഴിച്ചു ബ്രോക്കൻ കളയാം. എന്തിന് ഇനി മുകളിലെടുത്തിട്ട് ഇനി നിന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ് ഞാനിത് ഫുള്ള് ലൂട്ട് വെച്ച് വലിയ കാരണം വരാം. ഇൻസ്റ്റന്റ് ഹെൽത്ത് ഞാൻ ഫസ്റ്റ് ഡ്രാഗണിൻ്റെ തലയെടുക്കാം. വേണ്ടാണ് ലാസ്റ്റ് എടുക്കാം.
ലൈക്ക് ചെയ്യുക ഗൈസ്. ആണല്ലോ എന്ത് ചാടും റോക്കറ്റില്ല. പക്ഷെ എന്ത് ഇതിപ്പോ അല്ല ഈ ബക്കറ്റിൽ പോട്ടും അതൊന്നും വേണ്ട. ഇനി നമുക്ക് ഡ്രാഗയുടെ തലയെടുത്തിട്ടില്ല. ഞാനിടും പോലെ ഡ്രാഗന്റെ തല അയൺ പിക്കപ്സ് അല്ല ഡയമണ്ട് പിക്കപ്സ് കൊണ്ട് തന്നെ പൊട്ടിക്കണം. കൈമൊക്കെ പോലെ ആരും ചത്തിട്ട ആരും മരിച്ചിട്ട അങ്ങനെ ഒരാളെ ഉണ്ടായിട്ട. ഇത് നോക്കി ഈ സാധനത്തിന് കിട്ടാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടി അറിയോ. അവസാനം കിട്ടി ഓടിച്ചു. ഇത് നമുക്ക് ഈട് വെക്കാമില്ലേ. കണ്ട 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 എൻ്റെ പേര് ശ്രുതി എന്ന് ഞാൻ പറയുന്നില്ല. ഓർത്തു ഇത് ഇനി ഈട് വെക്കൂ. ഞാനിത് പൊക്കിട്ടില്ല. ഓർത്തു ഉണ്ട്. നമ്മൾ ഐശ്വര്യമായിട്ട് ഈ ഇലയൊക്കെ എടുത്തിട്ട് ഈട വെക്കുക. മെൻറ്റൊക്കെ ബുക്ക് എടുത്തിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ലൂട്ടിങ്ങുള്ള സോഡില് ഈ ആഡ് ചെയ്യുമ്പം അൺബ്രേക്കിംഗ് 3 വരും. അതിനുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യുന്നത്. സിൽക്ക് ടച്ചിലെ സോഡിന് സിൽക്ക് ടച്ച് ഓക്കെ. ടോൺസ് ഇത് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ഇതും 27 ഡയമണ്ട്. ഇപ്പം എൻ്റെ അയൺ ടൂൾസ് അങ്ങ് മാറ്റുക. ബോർഡ് ഇനി ഒരു ഡയമണ്ട് ടൈം എടുക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം. പാൻറ് വേണ്ട, ഹെൽമെറ്റും വേണ്ട. ഒരിത് നോക്കിൻ്റെ പവർ ജനി ഡയമണ്ട് സങ്ങായി എല്ലാത്തിനും പ്രൊട്ടക്ഷൻ ആഡ് ചെയ്യണം. അതൊക്കെ പിന്നെ ചെയ്യാം. എൻ്റെ മുകളിൽ കുറച്ചും കൂടി ഉണ്ടാവും. റിപ്റ്റൈഡ് പ്രൊട്ടക്ഷൻ 4 ആവശ്യം വരും. ഫോർച്യൂൺ അതുകൊണ്ട് ഓർത്തു ഐറ്റം എന്താണ് ചങ്ങായി പൊന്ന്. എത്താന്നല്ലേ ഈ സാധനം ഉണ്ടായിട്ടാകുമ്പോൾ ഞാൻ അതിരുന്നു. ഇനി നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ കഴിയില്ലേ. സ്മെൽറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ തുറന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ അപ്പോൾ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. ഫുള്ള് ഡയമണ്ട് ആർമർ ബ്ലോക്ക് ഓഫ് അമത്താസിലേറ്റ് ലൈറ്റർ ഞാൻ ഇനി ഇടപ്പർ എത്തിട്ടില്ല. അത് നോക്കെൻ്റെ ലൈറ്റർ നമുക്കതിൽ പറന്ന് നടക്കുമ്പോൾ നല്ല സുഖം തരും. ഇതല്ലേ ലൈറ്റർ എടുത്തു. ലൈറ്റർ ഊജ മെൻറ്റിക്കിലെ ലൈറ്ററാണ് കളിയാക്കളിങ്ങനെ. ലൈറ്റർ ഊരിട്ട് കുട്ടിയിൽ സുരക്ഷിതമായിട്ട് വെക്കുക. വെച്ചൂലേ വേസ്റ്റെല്ലാം എടുത്ത് കളയണം.
നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ വെക്കും, ആവശ്യമില്ല സാധനങ്ങളിൽ വെക്കാം. ഡയമണ്ട് ഈ ചെസ്റ്റിൽ കാരണം പ്രധാനപ്പെട്ട ചെസ്റ്റിൽ ഈ ചെസ്റ്റിൽ എൻ്റെ പഴയ ആർമർ ഇതിൽ പഴയത് അതെല്ലാം ഇല്ലേ. ഇനി ഞാൻ ഭാവിയിൽ എപ്പോഴും എടുത്താലോ കണ്ട ആർമർ ക്രൂസിൽ ഇങ്ങനെ നിൽക്കണ്ടത്. പിന്നെ ഹെൽമെറ്റ് ഇതിടപ്പോൾ ഇനി എൻ്റെ ഇൻവെൻറ്റർ എപ്പോഴും ഇങ്ങനെയാണ്. ഒരു നല്ല ഡയമണ്ട് പിക്കാക്സ് ഡിമെൻറ്റിനറിയണം. സിൽക്കടച്ചിലെ പിക്കാക്സ് ഇത് ഷാർപ്നെസ് അൺബ്രേക്കിങ്. ഇതാ നല്ലത്. ഇത് നമുക്ക് ഇലേക്കാം. ടോട്ടൽ ഹെൽമെറ്റ് എനിക്ക് വേണ്ട കൈവ പിടിക്കണം. പക്ഷെ എപ്പോഴും എൻ്റെ കൈവ ടോട്ടൽ ഹെൽമെറ്റ് ഉണ്ടാവും. 23 ഗോൾഡ് ആടല്ല ഉണ്ടാവണേ. ഓഷൻ എടുക്കട്ടെ, ഇത് ഇരിക്കട്ടെ. ഇതെല്ലാം ഇനി ആർക്ക് വേണേ. എൻ്റെ എഫിഷ്യൻസി 5 പിക്കാക്സ് ഞാൻ ഈ കളിച്ച് കഴിഞ്ഞറിഞ്ഞ എൻ്റെ എഫിഷ്യൻസി 5 പിക്കാക്സ് ഉണ്ടാവും. ഈ ടെംപ്ലേറ്റിലൊക്കെ ലൂട്ട് ചെയ്തപ്പോൾ കിട്ടി. ഒരാരും കുറച്ച് ബോ എൻ്റെ ഇൻവെൻറ്ററിൽ അപ്പോഴും ഉണ്ടാകും ഗൈസ്. അതെല്ലാം ഞാൻ ഇരിക്കട്ടെ. പിന്നെ ഇതിനൊക്കെ ചാടാൻ വേണ്ടിച്ചത് അൺബ്രേക്കിംഗ് 3 ശവല വരും. ആ സീഡ് കഴിയുമ്പോൾ എൻ്റെ ഈ പെട്ടിയിൽ നമുക്ക് ഇതുകൊണ്ട് ഇടുമ്പോൾ ഇത്രയായി. വേറൊന്നുമില്ലല്ലോ ഗൈസ്. ഇപ്പാണ് ആർമർ ശരിയായി. എൻ്റെ വേസ്റ്റിലില്ല. എൻ്റെ കയ്യിൽ എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എല്ലാം ആവശ്യം. ഓക്കെ എല്ലാം ഇല്ലേ, ഒന്നുമില്ലല്ലോ പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയില്ല. നമുക്ക് ഇതും കൂടെ വൈൻഡപ്പ് ആക്കണം. മുമ്പ് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ വീട്ടിൽ തീർച്ചയായും സ്റ്റോറേജ് വെക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിലേക്കെല്ലാം ഞാൻ ബെഡിൽ കൊണ്ടുപോകും. ഇപ്പോൾ ഞാൻ ഈസായിട്ട് ഇൻസ്റ്റോളിലാണ്. അത് മാറ്റണം. ഇങ്ങനെ ചാടും ഒരു സുഖമുണ്ട് ഗൈസ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖം. അപ്പോൾ എൻ്റെ ഇൻവെൻറ്ററിലേക്ക് എൻ്റെ ഇനി മുതൽ എൻ്റെ എപ്പോഴും സമയം എപ്പോഴൊന്നുമല്ല അടുത്ത എപ്പിസോഡിൽ ഞാൻ ഫുള്ളിലാകും. ഷീൽഡെല്ലാം മാറ്റ സമയം ഓക്കെ. എല്ലാത്തിനും ഞാൻ മെൻഡിങ് ആണ്. എല്ലാത്തിനും നല്ല മെൻഡിങ്. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ എന്തെങ്കിലും പേര് നമ്മുടെ അതിൻ്റെ പേരെന്താ ആ ഫാമിൽ നമ്മളെല്ലാ മെൻഡിങ് ബുക്കും ഞാൻ എടുക്കുന്നത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും ആ ഫാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ മെൻഡിങ് എടുക്കുന്നു. അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ തന്നെ മെൻഡിങ്ങിലാക്കും. കാരണം ഞാൻ ചിലപ്പോൾ നമ്മുടെ ഫാം ഉണ്ടാകും, അതായത് നമ്മുടെ ട്രേഡിങ് ഹാളിലൊക്കെ വയ്യും, നല്ലോണം വയ്യും. നമ്മൾ ചെറിയൊരു ബ്രീഡർ സെറ്റപ്പിലാക്കിനി ഞാൻ മാറ്റും. കാരണം നമ്മൾ വെട്ടുണ്ടാക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്തെല്ലാം ആക്കിയിട്ട് വെച്ച് ഷീൽഡ് മാറ്റി. ഷീൽഡ് കൂടി ഞാൻ മാറ്റിയിട്ട് എന്താണ് നമുക്ക് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഷീൽഡ് കൊടുത്തു.
ഷീൽഡ് എടുക്കാൻ എൻ്റെ കയ്യിലില്ലല്ലോ പറയുമ്പോൾ. ഫുഡുമില്ല കഴിഞ്ഞു. എന്തിനാ ഫുഡ് കൂട്ടിയിട്ടുണ്ടാവും. ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഷീൽഡ് എക്സ്പയർ ആ സാധനമായിട്ടില്ല. ഷീൽഡ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ബ്ലോക്ക് അതിനുണ്ട്. കുറച്ച് പ്രോഗ്രസ് നമുക്ക് ഒപ്പം ബ്ലോക്ക് വരില്ല പറയുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഉണ്ട്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. See you in the next video. Ta-ta!